ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടിയിൽ KSRTC ബസ്സിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധിക മരിച്ചു. മണ്ണുത്തി വെട്ടിക്കലിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എയ്യാൽ ലേബർ ക്യാമ്പിൽ യുവാക്കളുടെ പരാക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയെയാണ് ആളുമാറി ആക്രമിച്ചത്. അത്താണി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കടങ്ങോട് നാട്ടുകാരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ തെരുവുനായ ആക്രമിച്ചു. ജില്ലയിൽ മഴ ശക്തമായി തുടരും. മരത്തങ്കോട് കിടങ്ങൂരിൽ നിർമ്മാണത്തിലിരുന്ന 2 നില വീട് തകർന്നു വീണു. ജൂണിൽ തൃശൂർ ജില്ലയിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കൂടുതൽ മഴ. വാർത്തകളിലേക്ക് വിശദമായി. ചാലക്കുടിയിൽ KSRTC ബസ്സിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധിക മരിച്ചു. പോട്ട മഠത്തിൽ പരേതനായ വേണുവിന്റെ ഭാര്യ 75 വയസ്സുള്ള ഇന്ദിരയാണ് മരിച്ചത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി ദേശീയപാത വെട്ടിക്കലിൽ ടയർ മാറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. രാമവർമ്മപുരം സ്വദേശി പണിക്കെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ 22 വയസ്സുള്ള അർജുനാണ് മരിച്ചത്. പീച്ചി ഡാമിലെ ഓപ്പറേറ്ററാണ്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. ഗുരുതര പരിക്കേറ്റ അർജുനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുരിയാട് നിയന്ത്രണം വിട്ട ക്രെയിൻ സ്കൂട്ടറിൽ ഇടിച്ചു മറിഞ്ഞു. സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മുരിയാട് വല്ലക്കുന്ന് റോഡിലായിരുന്നു അപകടം. ഇറങ്ങി വന്നിരുന്ന ക്രെയിനിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ചതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ക്രെയിൻ ഓടിച്ചിരുന്ന സുമേഷ് പറഞ്ഞു. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരിയായ ഷാൻഡി റോഡരികിലെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് വല്ലക്കുന്ന് നെല്ലായി റോഡിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വളവിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞുകയറി വഴിയാത്രക്കാരിക്ക് പരിക്കേറ്റു. ചേർപ്പ് എരിഞ്ചേരി ആനിക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന എയ്യാലിലെ ലേബർ ക്യാമ്പിൽ കയറി ഒരു കൂട്ടം യുവാക്കൾ ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കാറിലെത്തിയ യുവാക്കളുടെ ആക്രമണത്തിൽ ലേബർ ക്യാമ്പിലെ മലയാളി തൊഴിലാളി സുരേഷിന് തലയ്ക്ക് പരിക്കേറ്റു. ആളുമാറി ആക്രമണം നടത്തിയതാണെന്ന് യുവാക്കൾ പിന്നീട് പറഞ്ഞു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പട്ടിക്കരയിൽ വെച്ച് പിക്കപ്പ് വാഹനം ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും നിർത്താതെ പോവുകയും ചെയ്തിരുന്നു. ഈ പിക്കപ്പ് വാഹനം പിന്തുടർന്ന് കാറിലെത്തിയ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. എയ്യാലിലെ റോഡ് നിർമ്മാണ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പിൽ പിക്കപ്പ് വാഹനം കിടക്കുന്നത് കണ്ട യുവാക്കൾ ഈ വാഹനമാണ് ഇടിച്ചിട്ട് നിർത്താതെ പോയതെന്ന് തെറ്റിദ്ധരിക്കുകയും ക്യാമ്പിൽ കയറി വാഹനത്തിന്റെ ഡ്രൈവർ സുരേഷിനെ ഇരുപതണ്ട് ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. അത്താണി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ കവർച്ച. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷണം പോയി. കേളത്ത് സ്കഫോൾഡിംഗ് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത്. കമ്പനിക്ക് പിന്നിലെ മതിൽ തകർത്ത കമ്പിപ്പാരയും മറ്റും പരിസരത്തു നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കമ്പനി ഉടമ ഫാരിസ് പറയുന്നു. ഡിവിഷൻ കൗൺസിലർ ഉദയ ബാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കവർച്ച കേസിൽ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അന്നഗര സ്വദേശിയുടെ കാറും മൊബൈലും തട്ടിയെടുത്ത പരാതിയിൽ തെരുവ് തനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ KPCC അംഗം CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബുനൂസ് അധ്യക്ഷത വഹിച്ചു. KP ഉദയൻ, ശിഹാബ് മണത്തല, C സൂരജ്, KV സത്താർ, HM നൌഫൽ, ബേബി ഫ്രാൻസിസ്, മീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
കടങ്ങോട് നാട്ടുകാരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ നായുടെ സ്രവ പരിശോധനയിലാണ് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവ് നായ ആക്രമിച്ചത്. നായയെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകൻ ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടുകയും നായ മണിക്കൂറുകൾക്കുള്ളിൽ ചാവുകയും ചെയ്തിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നായയെ വെറ്റിനറി കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ തെരുവുനായ ആക്രമിച്ചു. തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായി സംശയം. കുന്നംകുളം നഗരസഭ മുൻ കൗൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി 65 വയസ്സുള്ള ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ശശികുമാറിനെ തെരുവുനായ ഓടിയെത്തി കയ്യിൽ കടിക്കുകയായിരുന്നു. ശശികുമാർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമകാരിയായ തെരുവുനായ മേഖലയിലെ മറ്റു തെരുവുനായകളെ ആക്രമിച്ചതായും നാട്ടുകാർ പറഞ്ഞു. ജില്ലയിൽ മഴ ശക്തമായി തുടരും. കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ 1214 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂണിൽ 797.56 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6% മഴയാണ് കൂടുതൽ ലഭിച്ചത്. കനത്ത മഴയിൽ ഇതുവരെ 281 വീടുകൾ തകർന്നു. 9 വീടുകൾ പൂർണ്ണമായും 272 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. പീച്ചിയിൽ 76.41 മീറ്ററും ചിമ്മിനിയിൽ 71.35 മീറ്ററും വാഴാനിയിൽ 57.44 മീറ്ററും പെരിങ്ങൽകുത്തിൽ 424 മീറ്ററുമാണ് ജലനിരപ്പ്. കനത്ത മഴയെ തുടർന്ന് മരത്തങ്കോട് കിടങ്ങൂരിൽ നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് തകർന്നു വീണു. നാറാണത്ത് ഫൈസലിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ശക്തമായ മഴയിൽ ഭൂമി താഴ്ന്നത് മൂലം തറ ഇരുന്നതാകാമെന്നാണ് നിഗമനം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. ബിബി കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം ബിബി കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കാഞ്ഞാണി പെരുമ്പുഴ പാതയോരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്ന സംഘത്തിന്റെ 2 ടാങ്കർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മനക്കുടി പ്രദേശത്ത് മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ 2 ലോറികൾ അന്തിക്കാട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിൽ ഒരു ലോറിയാണ് പെരുമ്പുഴ പാടത്ത് മാലിന്യം തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനക്കുടി സ്വദേശിയായ യദു കൃഷ്ണൻ, അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ലോറി ഉടമയിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തേക്ക് ശുചിമുറി മാലിന്യം തള്ളിയ ലോറി ആംബുലൻസ് പ്രവർത്തകർ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് TCV വാർത്ത നൽകിയിരുന്നു. കാട്ടൂരിൽ പ്രവർത്തിക്കുന്ന മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നതായി പരാതി. ഇതുമൂലം സമീപ പ്രദേശങ്ങളിലെ ജലസംഭരണികൾ മലിനമാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. രാസമാലിന്യം തള്ളുന്ന കമ്പനികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കാട്ടൂരിലെ ജലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 7 മുതൽ അനിശ്ചിതകാല നിരാഹാരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് അംഗവും സമിതി സെക്രട്ടറിയുമായ മോളി പിയൂസ്, അരുൺ വൻപറമ്പിൽ, MJ ഷാജി, വിൻസെന്റ് തോമസ്, ജോയ് തോമസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് 30-നകം പൂർത്തിയാക്കാൻ തീരുമാനം. കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തുന്നതിന് AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം വിതരണം ചെയ്യാൻ MLA നിർദ്ദേശിച്ചു.
കുന്നംകുളം ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാഥമിക വിജ്ഞാപനം ജൂലൈ 15 മുൻപ് പ്രസിദ്ധീകരിക്കും. കലശമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് ടൂറിസം വകുപ്പ് ഈ മാസം തന്നെ സ്പെഷ്യൽ തഹസീൽദാർക്ക് കൈമാറും. 2 മാസത്തിനകം ഭൂമി ഏറ്റെടുത്ത് റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പിന് കൈമാറാനും ധാരണയായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മീന സാജൻ, അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, ADM ടി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ PWD റോഡിലെ കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വാഹനത്തിരക്കേറിയ ഓൾഡ് NH റോഡിൽ വടക്കേ നടയിലാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ ബൈപ്പാസ് ഒഴിവാക്കി നഗരത്തിലൂടെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികമായി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കുഴി ഏറെ ഭീഷണിയായി മാറിയിട്ടുള്ളത്. ചുരുങ്ങിയതൊരു 3-4 മാസത്തോളമായിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വേണം ഓരോരുത്തരെ പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഞങ്ങൾക്ക് ഡ്രൈവർമാരാണ്. ഒരു പ്രാവശ്യം വന്ന് അവർ അടച്ചു പോയി, ആ മഴയത്ത് വെള്ളത്തിൽ അടച്ചു പോകും. പിന്നെ 2 ദിവസം പിന്നെയും പൊളിച്ചതാണ്. പിന്നെ ശാശ്വത പരിഹാരം PWD ഉണ്ടാവണം. നേരത്തെ നാഷണൽ ഹൈവേ ആയിരുന്ന റോഡ് ഇപ്പോൾ PWDയുടെ കീഴിലാണുള്ളത്. അധികൃതർ കാണാത്ത ഭാവം തുടരുമ്പോൾ നടുറോഡിലെ വലിയ കുഴി നാട്ടുകാർക്ക് ചതിക്കുഴിയാവുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയോട് സംസാരിക്കാൻ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ഭഗത് ചന്ദ്രയ്ക്ക് അവസരം ലഭിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുട്ടഞ്ചേരി സ്വദേശി ഡോക്ടർ VC ബിനോജിന്റെയും ദിവ്യയുടെയും മകനാണ് ഭഗത് ചന്ദ്ര. വ്യാഴാഴ്ച തിരുവനന്തപുരം VSSCയിൽ നടക്കുന്ന ഏകദിന സംവാദത്തിൽ ശുഭാംശു ശുക്ല കുട്ടികളോട് സംവദിക്കും. തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത 10 കുട്ടികളിൽ ഒരാളായാണ് ഭഗത് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് സംവാദത്തിൽ ഏർപ്പെടുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭഗത് ചന്ദ്ര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ ടാങ്കർ ലോറി വഴിപാടായി ലഭിച്ചു. 12,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഓട്ടോമാറ്റിക് ടാങ്കർ ലോറിയാണ് വഴിപാടായി സമർപ്പിച്ചത്. പന്തീരടി പൂജയ്ക്ക് ശേഷം നട തുറന്ന സമയത്ത് കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ വാഹന പൂജ നടത്തി. തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ PD സുധീശനിൽ നിന്ന് വാഹനത്തിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. വഴിപാടുകാരനായ സുധീശനെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പൊന്നാടയണിയിച്ച് നിലവിളക്ക് ഉപഹാരമായി നൽകി. തുടർന്ന് പ്രസാദ കിറ്റും സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുക്രാന ഊട്ട് തിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 ഊട്ട് ആശീർവാദം നടക്കും. ഈ മാസം 12, 13 തീയതികളിൽ നടത്തപ്പെടുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും. ദുക്രാന ഊട്ട് തിരുനാളിനെത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ പറഞ്ഞു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ 1,00,000-ഓളം പേർ പങ്കെടുക്കുന്ന ഊട്ടുതിരുനാളുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലത്ത് 9:30 മെൽബൺ രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസായ മാർ ബോസ്കോ പുത്തൂർ കൊടിയേറ്റം നടത്തുകയും വിശുദ്ധബലി ആഘോഷമായി വിശുദ്ധബലി അർപ്പിക്കുകയും ചെയ്യുന്നു. ദുക്രാന തിരുനാൾ ദിനത്തിൽ ഈ തീർത്ഥകേന്ദ്രത്തിൽ 6 വിശുദ്ധബലികളാണ് അർപ്പിക്കപ്പെടുന്നത്. ആഘോഷമായ ദിവ്യബലി കൂടാതെ നാളെ ഉച്ചതിരിഞ്ഞ് 2:30 അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നിന്നുള്ള ഡെഫ് മിനിസ്ട്രിയുടെ അധ്യക്ഷനായ ഫാദർ മൈക്കിൾ ഡെപ്സിക്കിൻ്റെയും ഇന്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഡെഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നു. ദുക്രാന തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും ഊട്ടുതിരുനാളിലേക്കും നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഇത്തവണയും ഗുരുവായൂരിൽ നിന്നുള്ള നാരായണൻ നായർ സദ്യയൊരുക്കും. തുടർച്ചയായ 47-ാം വർഷമാണ് ഇദ്ദേഹം പാലയൂരിൽ സദ്യവട്ടമൊരുക്കുന്നത്. 1978-ലാണ് നാരായണൻ നായർ പാലയൂരിൽ തിരുനാൾ ദിനത്തിൽ ആദ്യ സദ്യ വിളമ്പിയത്. അന്ന് ഒരു ചാക്കരിയുടെ സദ്യയായിരുന്നു. 1991-ലാണ് ദുക്രാന ഊട്ട് തിരുനാൾ ആരംഭിച്ചത്. അന്ന് 1000 പേർക്കാണ് സദ്യയൊരുക്കിയത്. ഇന്നത് 50,000 പേർക്ക് എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. തികഞ്ഞ സംതൃപ്തിയിലാണെന്നും തന്റെ ആരോഗ്യമുള്ളിടത്തോളം പാലയൂർ പള്ളിയിലെ സദ്യവട്ടത്തിലുണ്ടാകുമെന്നും നാരായണൻ നായർ പറഞ്ഞു. 92-ന് ശേഷമാണ് ഈ ദുക്രാന ഊട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഈ ദുക്രാന ഊട്ടാണ് വളരെ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു ഏകദേശം 1,000 ആൾ ആണ് ഈ ദുക്രാന ഊട്ട് തുടങ്ങിയത്.
ഇന്നിപ്പോൾ ഏകദേശം 50,000 ആളുടെ പുറത്തേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും മുടങ്ങാണ്ട് എല്ലാ കൊല്ലവും ഈ തുക്രാനൂട്ടും ഒപ്പത്തിൻ്റെ പെരുന്നാളൂട്ടിൻ്റെ ഈ സദ്യ ആദ്യം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 22 തൊഴിലാളികളുമായാണ് ദുക്രാന ഊട്ടുതിരുനാളിന് സദ്യ ഒരുക്കാൻ നാരായണൻ നായർ എത്തിയത്. മകൻ രഞ്ജിത്തും സഹായിയായി കൂടെയുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പുളിഞ്ചി, പപ്പടം, പായസം, പഴം എന്നിവയടക്കം വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 4 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രം മറയാക്കി ചികിത്സയ്ക്കെന്ന വ്യാജേന കഞ്ചാവ് കൈമാറ്റവും വിൽപ്പനയും നടക്കാറുണ്ടെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും പരിസരവാസികൾ പരാതിപ്പെട്ടിരുന്നു. കഞ്ചാവ് ചെടികൾക്ക് 3 മാസത്തോളം പ്രായമുണ്ട്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായും അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, MK ബിനു, PP കൃഷ്ണകുമാർ, KV ഷാജി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ET രാജേഷ്, അജീഷ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രതിക എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. KLDC ബണ്ടിന് സമീപമുള്ള റോഡിലാണ് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളിലാക്കി രാത്രിയിൽ തള്ളുന്നത്. ചില ദിവസങ്ങളിൽ ദുർഗന്ധം മൂലം ഇതിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ആളുകളും ഇതുമൂലം ദുരിതമനുഭവിക്കുന്നു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് കുറ്റക്കാർക്ക് പിഴ ചുമത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കളഞ്ഞുകിട്ടിയ 5000 രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ നൽകി മാതൃകയായി കേരള വിഷൻ ജീവനക്കാരൻ. കേരള വിഷനിലെ ജീവനക്കാരൻ ചെമ്പൂത്ര സ്വദേശി കൃഷ്ണകുമാറിനാണ് കഴിഞ്ഞ ദിവസം റോഡിൽ നിന്ന് പേഴ്സ് കളഞ്ഞു കിട്ടിയത്. തെക്കുംപാടം സ്വദേശിയും റിട്ടയർഡ് KCB ജീവനക്കാരനുമായ വിജയന്റെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൃഷ്ണകുമാർ വിജയന് പേഴ്സ് തിരികെ നൽകി. അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പുതുക്കാട് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആമ്പല്ലൂരിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, മേഖലാ പ്രസിഡന്റ് സുനിൽ മഹാദേവ, CO ദേവസി, NJ വത്സൻ, PJ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. അത്തരത്തിലൊരവസ്ഥയിലാണ് സുഹൃത്തുക്കളെ ഇന്ന് ഈ കാറ്ററിംഗ് മേഖലയും. സഹപാഠിക്ക് ഒരു സ്വപ്നക്കൂട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി MES അസ്മാബി കോളേജ് NSS വളണ്ടിയേഴ്സ് പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. MES എയ്ഡഡ് കോളേജുകളുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ A ബിജു താക്കോൽ കൈമാറി. MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, MES ജില്ലാ സെക്രട്ടറി KM അബ്ദുൾ ജമാൽ, ജില്ലാ ട്രഷറർ മുസ്താഖ് മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്ത് നിർത്തിക്കൊണ്ട് മഴ പെയ്ത് പാടശേഖരങ്ങൾ ജലസമൃദ്ധമായതോടെ കടവല്ലൂർ മേഖലയിൽ വിരിപ്പു കൃഷി തുടങ്ങി. കൊരട്ടിക്കര, ഒറ്റപ്പിലാവ് തുടങ്ങിയ പാടങ്ങളിൽ 10 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ വിരിപ്പ് ഇറക്കുക. പതിവിൽ നിന്നും വ്യത്യസ്തമായി മിക്ക സ്ഥലത്തും നടിയിലാണ് നടത്തുന്നത്. ഇതിനുള്ള ഞാറ്റടികൾ തയ്യാറാക്കി കഴിഞ്ഞു. വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ്. ഇത്തവണ ഉണ്ടായ അതിവർഷമാണ് കൃഷിരീതി മാറ്റാൻ കാരണമായത്. നടിയിൽ കൂലിച്ചെലവ് കൂട്ടുമെങ്കിലും വളർച്ച വേഗത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തോത് ഇത്തവണത്തെ കൃഷിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
എന്നാൽ അമിതമഴ വിരിപ്പിന് ആപത്താണ്. നെല്ലുമുളച്ച് ഉയരം വരുന്നതിനു മുൻപ് പാടത്ത് വെള്ളക്കെട്ടുണ്ടായാൽ കൃഷി നശിക്കും. മുണ്ടകന് നൽകുന്ന പോലെ വിരിപ്പിന് കൃഷിവകുപ്പ് സൗജന്യമായി വിത്ത് നൽകുന്നില്ല. കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ നേരിട്ടാണ് വിത്ത് വാങ്ങുന്നത്. 850 ഏക്കർ നെൽവയലും 500ഓളം നെൽകർഷകരുമുള്ള കടവല്ലൂരിൽ ചെറിയ ശതമാനം മാത്രമാണ് വിരിപ്പു കൃഷിക്ക് തയ്യാറാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കടവല്ലൂരിലെ കർഷകർ വിരിപ്പു കൃഷിയിൽ നിന്നും പിൻവാങ്ങിയത്. വെള്ളക്കെട്ടും കണ്ടങ്ങളിൽ വൻതോതിൽ വളരുന്ന പുല്ലുകളുമാണ് പ്രധാന ഭീഷണി. വിരിപ്പ് കൊയ്ത നെല്ല് കൃത്യമായി സംഭരിക്കാത്തതും തിരിച്ചടിയാണ്. മഴക്കാലമായതിനാൽ നെല്ല് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അധിക ചെലവ് വരും. ഇതെല്ലാം വിരിപ്പു കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. TCV ന്യൂസ്, കുന്നംകുളം. എരുമപ്പെട്ടി പഞ്ചായത്ത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AV വിജിത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറി തൈകളും വളം ആയിട്ടുള്ള ജോസ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിലെ ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിച്ചു. 9 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ചടങ്ങ് അയ്യപ്പന്റെ പ്രതിഷ്ഠയോടെയാണ് സമാപിച്ചത്. ചുറ്റമ്പലം ചെമ്പോലമേയുന്നതിന്റെ ഭാഗമായി ഉപദേവന്മാരുടെ പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് മാറ്റിയിരുന്നു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജീവകലശങ്ങൾ ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച ശേഷം ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭഗവാൻ അഭിഷേകം ചെയ്തു. ഭൗതിക സാഹചര്യത്തിലും അധ്യാപക മികവിലും മുൻപിലുള്ള ഐരാണിക്കുളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെ യാത്രാ സൗകര്യമില്ലെന്ന കാരണത്താൽ കൈവിടാതിരിക്കാൻ കുഴൂർ പഞ്ചായത്ത് ഒരുക്കിയ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നു. സ്കൂളിന് മാത്രമല്ല, കുഴൂർ പഞ്ചായത്തിലെ യാത്രക്കാർക്ക് ആശ്വാസമായി മാറുന്ന നിലയിലാണ് വ്യാഴാഴ്ച മുതൽ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നത്. KSRTCയുടെ ഒരു ബസ്സാണ് കുഴൂർ പഞ്ചായത്ത് ഏറ്റെടുത്തത്. ഇതിനായി 1 ലക്ഷം രൂപ പഞ്ചായത്ത് 1 മാസം മുൻപ് KSRTCയിൽ അടച്ച് കരാർ ഒപ്പിട്ടു. 3 വർഷത്തേക്ക് മുടങ്ങാതെ സർവീസ് നടത്താമെന്നാണ് കരാർ. 1 ലിറ്റർ ഡീസലിന് 4 കിലോമീറ്റർ എന്ന നിലയിൽ ഒരു ദിവസം 182 കിലോമീറ്ററാണ് സർവീസ് നടത്തുക. ഈ തുക പഞ്ചായത്ത് KSRTCക്ക് നൽകണം. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് തുക കണ്ടെത്തുക. ഒരു വർഷം 16.5 ലക്ഷത്തോളം രൂപയായിരിക്കും ഗ്രാമവണ്ടിക്കായി ചെലവഴിക്കുന്നത്. ഇതിനു പുറമെ ബസ് നിരക്കും KSRTCക്ക് ലഭിക്കും. കുഴൂർ പഞ്ചായത്തിന് പുറമെ അന്നമനട, മാള, എറണാകുളം ജില്ലയിലെ പാറക്കടവ് എന്നിവിടങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തും. ബസിന്റെ പുറത്തും TV സ്ക്രീനിലും പഞ്ചായത്തിന് പരസ്യം ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഈ പരസ്യത്തിന്റെ വരുമാനം മാത്രമായിരിക്കും പഞ്ചായത്തിന് ലഭിക്കുക. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബസ് സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളില്ലാതെ +1 സീറ്റുകൾ പകുതിയിലധികം ഒഴിഞ്ഞുകിടക്കുകയാണ്. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഗ്രാമവണ്ടി എന്ന ആശയം ഏറ്റെടുത്തത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടനവധി ഗ്രാമവാസികൾ യാത്രാക്ലേശത്തെക്കുറിച്ച് പഞ്ചായത്തിൽ സൂചിപ്പിക്കുകയും അതിനെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും ഐരാണിക്കുളം ആശുപത്രിയിൽ പോകുന്ന നിർധനരായവരുടെ യാത്രാക്ലേശത്തെക്കുറിച്ച് ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗ്രാമവണ്ടിയെക്കുറിച്ച് പഞ്ചായത്ത് ആലോചിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ആലോചിക്കുകയും കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മാസം 1.25 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നുള്ള കണക്കൂട്ടലിലൂടെയായിട്ടാണ് ഗ്രാമവണ്ടി നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്ത് പദ്ധതി വെച്ച് KSRTC അറിയിക്കുകയും KSRTC ഇപ്പോൾ നമുക്ക് ഗ്രാമവണ്ടി അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പണമടച്ചിട്ടും KSRTCയിൽ നിന്ന് കാലതാമസം നേരിട്ടതാണ് സർവീസ് വൈകാനിടയാക്കിയത്. 40 യാത്രക്കാർക്കുള്ള സീറ്റാണ് ഈ സാധാരണ ബസ്സിലുള്ളത്. TCV ന്യൂസ്, മാള. പാവറട്ടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കായിക്കര റോഡിൽ കാട്ടുപന്നികൾ ഇറങ്ങി. അബ്ദുൾ ഖാദറിന്റെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്ന മരച്ചീനി, ചേന, ചേമ്പ്, വാഴ എന്നിവ നശിപ്പിച്ചു. പെരിങ്ങാട് ഒലക്കേങ്കിൽ ജോസ്, പുറത്തൂർ സൈമൺ, പുറത്തൂർ സണ്ണി എന്നിവരുടെ വിവിധ വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചു. 2 ദിവസം മുൻപ് 2-ാം വാർഡ് MG റോഡിൽ കാട്ടുപന്നിക്കൂട്ടം റോഡിന് കുറുകെ ചാടി പാവറട്ടി ബ്ലോക്ക് സെക്രട്ടറി ഫാറൂഖിന് അപകടം പറ്റിയിരുന്നു. കാട്ടുപന്നികളെ പിടികൂടുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കൃഷിഭവന്റെ നേതൃത്വത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ സ്വാതി സാബു, CDS ചെയർപേഴ്സൺ ജിജി ബിജു, ജനപ്രതിനിധികളായ ശോഭ ഷാജി, K രാഗേഷ്, CP പോൾ, ജില്ലി വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. PT ദേവസി ക്യാപ്റ്റനായ ജാഥ നെല്ലുവായിൽ നിന്ന് ആരംഭിച്ച് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സമാപിച്ചു. CITU കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. KT സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KM അഷ്റഫ്, PC അബാൽമണി, TK ശിവൻ, NB ബിജു, OS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടിയിൽ KSRTC ബസ്സിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധിക മരിച്ചു. മണ്ണുത്തി വെട്ടിക്കലിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. എയ്യാലിൽ ലേബർ ക്യാമ്പിൽ യുവാക്കളുടെ പരാക്രമം. തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളെയാണ് ആളുമാറി ആക്രമിച്ചത്. അത്താണി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കടങ്ങോട് നാട്ടുകാരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ തെരുവുനായ ആക്രമിച്ചു. ജില്ലയിൽ മഴ ശക്തമായി തുടരും. മരത്തങ്കോട് കിടങ്ങൂരിൽ നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് തകർന്നു വീണു. ജൂണിൽ തൃശൂർ ജില്ലയിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കൂടുതൽ മഴ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.